എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയിലെ കമ്പ്യൂട്ടർ എന്ന ഭാഗത്തിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. 2021 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത്? 1 മൗസ്, 2 ടച്ച് സ്ക്രീൻ, 3 ബാർകോഡ് റീഡർ, 4 ജോയ്സ്റ്റിക്. ഉത്തരം എന്ന് പറയുന്നത് ബാർകോഡ് റീഡർ ആണ്. എന്താണ് പോയിന്റിംഗ് ഉപകരണം? പോയിന്റിംഗ് ഡിവൈസ് എന്താണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാമെന്നറിയാം. ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പോയിന്റിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അതിനൊക്കെ നമുക്ക് കൈ കൊണ്ട് കമ്പ്യൂട്ടറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുക മൗസ് ആണ്. അതുപോലെ ടച്ച് സ്ക്രീൻ, നമുക്കറിയാം നമ്മൾ ഫോണിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടച്ച് സ്ക്രീനിൽ തൊട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ജോയ്സ്റ്റിക് ഗെയിമിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഈ ജോയ്സ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് അവർ ഗെയിം കളിക്കുക. ഇപ്പൊ എന്തെങ്കിലും ഓപ്ഷൻസോ അല്ലെങ്കിൽ ക്യാരക്ടർ മൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ജോയ്സ്റ്റിക് ആണ്. ഈ മൂന്നും ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ, മൗസ്, ടച്ച് സ്ക്രീൻ, ജോയ്സ്റ്റിക്, ഇതൊക്കെ പോയിന്റിംഗ് ഡിവൈസ് ആണ്. എന്താണ് ബാർകോഡ് റീഡർ? നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഒരു ബാർകോഡ് ഉണ്ടാകും. അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ ബില്ല് അടിക്കുന്നത്. ഇതുപോലൊരു ബാർ ഉണ്ടാകും, അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു എക്യുപ്മെന്റും ഉണ്ടാകും. അപ്പം ഈ ഒരു എക്യുപ്മെന്റിനാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ബാർകോഡ് റീഡർ യൂസ് ചെയ്യുന്നത് സ്കാനിങ്ങിനാണ്, അതൊരു പോയിന്റിംഗ് ഡിവൈസ് അല്ല. അപ്പം ഇതിൽ പോയിന്റിംഗ് ഡിവൈസ് അല്ലാത്തത് ബാർകോഡ് റീഡർ ആണ്. അപ്പം ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതാണ്? 1 ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, 2 ഇങ്ക്ജെറ്റ് പ്രിന്റർ, 3 ലേസർ പ്രിന്റർ. ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചോദ്യത്തിൽ കണ്ടു നോൺ ഇമ്പാക്ട് പ്രിന്റർ. എന്താണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ? അതായത് കടലാസിൽ സ്പർശിക്കാത്ത ഒരു തരം അച്ചടി രീതിയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. നോൺ ഇമ്പാക്ട് പ്രിന്ററും അതുപോലെ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്. കുറച്ചൊരു പഴയ മോഡൽ പ്രിന്റിംഗ് രീതിയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ഇമ്പാക്ട് പ്രിന്റിംഗ് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഷി പുരട്ടിയ റിബണിൽ ചക്രം അല്ലെങ്കിൽ പ്രിന്റിംഗ് ചുറ്റിക പോലുള്ള ഉപകരണങ്ങൾ തട്ടി ചിത്രങ്ങളും രൂപങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു തരം രീതിയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. കുറച്ചൊരു സ്പീഡൊക്കെ കുറവുള്ള ഒരു പ്രിന്റിംഗ് രീതിയാണ്. കുറച്ച് മുൻപുള്ള കാലങ്ങളിലാണ് ഇമ്പാക്ട് പ്രിന്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത് നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇതിൽ ഉത്തരം 2ഉം 3ഉം ആണ്. ഇങ്ക്ജെറ്റ് പ്രിന്ററും ലേസർ പ്രിന്ററും ആണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേരെന്ത്? സോഫ്റ്റ് കോപ്പി. അതായത് സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാത്ത ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നതാണ് സോഫ്റ്റ് കോപ്പി. അതായത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? സോഫ്റ്റ് കോപ്പിയാണ്. അതുപോലെ ഒരു ടേം ഉണ്ട്, ഹാർഡ് കോപ്പി. എന്താണ് ഹാർഡ് കോപ്പി? പ്രിന്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്ന പേരാണ് ഹാർഡ് കോപ്പി. നമുക്കിപ്പോൾ എക്സാം ആയിട്ടുണ്ടെങ്കിൽ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് സൈറ്റിൽ വരും അല്ലെ? അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് കൈമേൽ വെക്കണം. ആ കയ്യിൽ വെക്കുന്ന കാര്യമാണ് എന്ത്? ഹാർഡ് കോപ്പി. അത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിലുള്ളപ്പോൾ എന്താണ്? അത് സോഫ്റ്റ് കോപ്പി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണ്? 1 റോം, 2 റാം, 3 ഫ്ലാഷ് ഡ്രൈവ്, 4 ബ്ലൂറേ ഡിസ്ക്. ഉത്തരം എന്ന് പറയുന്നത് റാം ആണ്. എന്താണ് വോളറ്റൈൽ മെമ്മറി? വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്ത മെമ്മറിയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഇതിൽ വോളറ്റൈൽ മെമ്മറി ആയിട്ട് തന്നിട്ടുള്ളത് റാം ആണ്. റാൻഡം ആക്സസ് മെമ്മറി. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? മെമ്മറികൾ റാൻഡം ആയിട്ട് അതിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ. ബാക്കി തന്നിട്ടുള്ള റോം, ഫ്ലാഷ് ഡ്രൈവ്, ബ്ലൂറേ ഡിസ്ക് ഒക്കെ എന്താണ്? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സ്ഥിരമായിട്ട് ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം ഏതാണ്? ഒക്ടോബർ മാസമാണ് നമ്മൾ ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം. ഏത് മാസമാണ്? ഒക്ടോബർ മാസമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രൊസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? 1 ക്യാഷ് മെമ്മറി, 2 റാം, 3 DVD, 4 ഹാർഡ് ഡിസ്ക്. ഇതിൽ പ്രൊസസ്സറിനോട് ഏറ്റവും അടുത്തുള്ള മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ബാക്കിയുള്ള റാമും DVD ഹാർഡ് ഡിസ്കും ഒക്കെ എന്താണ്? പ്രൊസസ്സറിന്റെ അടുത്തല്ല. അടുത്ത ചോദ്യം, മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിന് ഉദാഹരണമാണ്? ഉത്തരം ഡാറ്റാബേസിന് ഉദാഹരണമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. എന്താണ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്? അതായത് ഡാറ്റകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്
ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഒരു ബോക്സ് ഒക്കെ വരച്ച് നമുക്ക് എന്തെങ്കിലും ഡാറ്റകളൊക്കെ വിശദീകരിക്കണമെങ്കിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഓപ്പൺ സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി CDC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ബോസ് ആണ്, അതായത് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യയിൽ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ചോദ്യം, റെയിൽവേ സ്റ്റേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിങ്ങിന് ഉദാഹരണമാണ്? വാനിന് ഉദാഹരണമാണ്, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് WAN എന്നുള്ളതിന്റെ ഫുൾ ഫോം. എന്താണ് വാൻ? അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് പറയുന്നതാണ് വാൻ എന്ന്. ഇതിന്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കുക, വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കും എന്താണ്? വാൻ ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്ത ചോദ്യം, കേബിൾ TV ശൃംഖല ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് കേബിൾ TV ശൃംഖല എന്ന് പറയുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നഗരങ്ങളിലെയോ അല്ലെങ്കിൽ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് MAN എന്ന് പറയും, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അടുത്ത ചോദ്യം, വിവിധ തരത്തിലും പ്രോട്ടോക്കോളുകളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധപ്പെടുത്താൻ ഡാഷ് ഉപയോഗിക്കുന്നു. ഗേറ്റ്വേ ആണ് വിവിധ തരത്തിലും പ്രോട്ടോക്കോളുകളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. അതായത് വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? 1 റിപ്പീറ്റർ, 2 ബ്രിഡ്ജ്, 3 റൂട്ടർ, 4 ഗേറ്റ്വേ. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഗേറ്റ്വേ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, വിവിധ തരത്തിലും പ്രോട്ടോകോളുകളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ കഴിവ് ആർക്കുണ്ടെന്ന്? ഗേറ്റ്വേക്ക് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം ഇതിന്റെ ഉത്തരം എന്താണ്? ഗേറ്റ്വേ ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. 1 യാഹൂ, 2 ജിമെയിൽ, 3 ഗൂഗിൾ. ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ജിമെയിൽ ആണ്. കാരണം നമുക്കറിയാം ഗൂഗിളും യാഹൂ എന്താണ്? സെർച്ച് എഞ്ചിൻ ആണ്. അടുത്ത ചോദ്യം, DuckDuckGo എന്നാൽ എന്ത്? അതൊരു സെർച്ച് എഞ്ചിൻ ആണ്. സെർച്ച് എഞ്ചിൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യൂസേഴ്സ് ആയിട്ടുള്ള നമുക്കിപ്പം www.com amazon.com എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ആമസോണിന്റെ വെബ്സൈറ്റ് കിട്ടും. ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഗൂഗിൾ, യാഹൂ, ഫയർബോൾ, ഇപ്പം പഠിച്ച DuckDuckGo ഒക്കെ. അടുത്ത ചോദ്യം, വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതാണ്? സ്പൈഡർ ആണ് സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം. എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് സ്പൈഡർ. അടുത്ത ചോദ്യം, ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം എന്നാണ്. ചോദ്യം എന്താണ്? ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണെന്നാണ്. ഉത്തരം SMTP ആണ്. SMTPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഇതാണ് ഇന്റർനെറ്റ് കൂടെയുള്ള ഇമെയിൽ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ. അടുത്ത ചോദ്യം, മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണമാണ്? ബ്രൗസറിന് ഉദാഹരണമാണ് മോസില്ല ഫയർഫോക്സ്. എന്താണ് ബ്രൗസർ? ഒരു വെബ് പേജിൽ നിന്ന് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയർസ് ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പം മോസില്ല ഫയർഫോക്സ് എന്താണ്? ഒരു ബ്രൗസർ ആണ്. അടുത്ത ചോദ്യം, COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആരോഗ്യ സേതു ആണ് COVID-19 ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഏതാണ്? ആരോഗ്യ സേതു ആണ്. അടുത്ത ചോദ്യം, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദവും കാര്യക്ഷമവുമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം. ഈ ഗവൺമെന്റ് ആണ് സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കുന്ന സംവിധാനം. നമുക്കറിയാം, പണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി, നേറ്റിവിറ്റി പോലുള്ള സർട്ടിഫിക്കറ്റ്സിനൊക്കെ വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങണമായിരുന്നു. ഇപ്പൊ നമുക്ക് തന്നെ എന്ത് ചെയ്യാം? ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്നുണ്ട്. ആ ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് ഈ ഗവൺമെന്റ്. അടുത്ത ചോദ്യം,
സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്സ്. സ്പാർക്സ് എന്താണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, സേവന വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് സ്പാർക്സ്. അടുത്ത ചോദ്യം, ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശം സ്പാം ആണ്. എന്താണ് സ്പാം? നമുക്ക് എല്ലാവർക്കും ഇമെയിൽ ഉണ്ട്. ആ ഇമെയിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സ്പാം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ആ ഒരു മെസ്സേജസിനെയാണ് സ്പാം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, IT ആക്ടിന്റെ സെക്ഷൻ 66A ഏത് സൈബർ കുറ്റകൃത്യത്തിന്റെ ശിക്ഷയെ നിർദ്ദേശിക്കുന്നു? ഉത്തരം, തെറ്റായതും കുറ്റവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. അപ്പം IT ആക്ട് സെക്ഷൻ 66A എന്താണ്? തെറ്റായതും അതുപോലെ കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ വെറും കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണും മാത്രമല്ല, അതിലൂടെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ, അതുപോലെ ഇമെയിൽ, വെബ്സൈറ്റ്, SMS ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടും. അടുത്ത ചോദ്യം, സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട് IT 2000 സെക്ഷൻ ഏത്? 66E ആണ് സ്വകാര്യ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള IT ആക്ട്. അടുത്ത ചോദ്യം, എക്സ്പ്ലനേഷൻ ഓഫ് SSD, അതായത് SSDയുടെ പൂർണ്ണ രൂപമാണ് ചോദിക്കുന്നത്. SSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സ്റ്റോറേജ് യൂണിറ്റ് ആണ്. അടുത്ത ചോദ്യം, IT ആക്ട് നിലവിൽ വന്ന വർഷം? ഒക്ടോബർ 17, 2000 IT ആക്ട് നിലവിൽ വന്നത്. മറക്കരുത്, 2000 ഒക്ടോബർ 17 അടുത്ത ചോദ്യം, നിബിൾ എന്നത് എന്താണ്? 4 ബൈറ്റ് ആണ്. ഈ നിബിൾ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ബൈനറി എന്താണെന്ന് അറിയണം. അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാസമ്പ്രദായമാണ് ബൈനറി എന്ന് പറയുന്നത്. ഈ ബൈനറി സംഖ്യകൾ അറിയപ്പെടുന്നതാണ് ബിറ്റ് എന്ന്, അതായത് 0, 1 ഒക്കെയാണ് ബിറ്റ് എന്ന് പറയുന്നത്. ഈ 4 ബിറ്റാണ് ഒരു നിബിൾ എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് 100 MB ഡാറ്റ അല്ലെങ്കിൽ 100 GB ഡാറ്റ എന്നൊക്കെ. അതിൻ്റെയൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് നിബിൾ. 4 ബിറ്റാണ് ഒരു നിബിൾ. അപ്പം 8 ബിറ്റോ? അത് ഒരു ബൈറ്റാണ്. 1204 ബൈറ്റാണ് ഒരു കിലോ ബൈറ്റ്. KB എന്ന് പറയും. നമുക്ക് ഫോട്ടോ ഒക്കെ PSCയിൽ അപ്ലോഡ് ചെയ്യേണ്ടത് KB-യിലാണ് അല്ലേ? 100 KB വേണം എന്നൊക്കെയാണ് നമ്മൾ വെബ്സൈറ്റിൽ കാണാറ്. 1024 കിലോ ബൈറ്റ് ആണ് ഒരു മെഗാബൈറ്റ്. 1204 മെഗാബൈറ്റോ ഒരു ജിഗാബൈറ്റ് ആണ്. നമ്മൾ ഫോണിൽ നെറ്റ് റീചാർജ് ചെയ്യുമ്പോൾ നോക്കുക എത്ര GB ഡാറ്റയാണ് ഒരു ദിവസം കിട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ നെറ്റ് റീചാർജ് ചെയ്യാറ് അല്ലേ? അതുപോലെ 1024 ജിഗാബൈറ്റ് ആണ് ഒരു ടെറാബൈറ്റ്. അപ്പം 1024 ടെറാബൈറ്റോ ഒരു പെറ്റാബൈറ്റ് ആണ്. PB എന്ന് പറയും. അതുപോലെ ഒരുപാടുണ്ട്, EB, എക്സാബൈറ്റ്, ZB, സെറ്റാബൈറ്റ്. ഇതിലിപ്പം നിബിൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഇതിലെ ഓരോ കാര്യങ്ങളും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ്. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.